വലിയൊരു ചലഞ്ച് നമ്മുടെ മുമ്പിലാണ്. അത് 2015 ശേഷം 2026 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ലാൻഡ് വാല്യൂ ഒന്ന് ഭയങ്കര ചലഞ്ചാണ്. നമ്മളെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ വിലയാണ്. ഇത് 30,000 രൂപയായിരുന്നു അവിടെ സെന്റിന് ഇതിന്റെ കൺസിഡറേഷൻ നോട്ട്. പക്ഷെ അഫ്കോഴ്സ് അന്ന് വളരെയധികം വില കൊടുത്താണ് എടുത്തത്. കഴിഞ്ഞ ആഴ്ച ഒരു സംരംഭക, ഒരു യുവ സംരംഭക, ആ കുട്ടി സക്സസ്ഫുൾ ആണ്. ഒരു ഏക്കർ സ്ഥലം അവിടെ കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട്, പേരൊന്നും പറയുന്നില്ല, കമ്പനിയുടെ പേരും പറയുന്നില്ല, ആ കുട്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടി പോയി അവിടെ മാർക്കറ്റിലേക്ക് നോക്കിയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു, 99 സെന്റ്. അവർ ചോദിക്കുന്നത് 30 ലക്ഷം രൂപയാണ് ഒരു സെന്റിന്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു ബോട്ടിൽ നെക്കായിട്ട് അവിടെ നിൽക്കുന്ന അവൈലബിലിറ്റി ഓഫ് ലാൻഡ്. അപ്പൊ അതിനകത്ത് ഞാൻ ഒരു സജഷൻ, ആ കുട്ടിയോടി എന്ന് പറഞ്ഞാൽ എവിടെയും പറയാം, അവിടെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള കിൻഫ്ര തുടങ്ങിയ ഓർഗനൈസേഷൻസ് വലിയ റോളുണ്ട്. They have to take lands, they have to construct standard design factories and give to them. കാരണം ഇതിനകത്ത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? 10 കൊല്ലം. നമ്മൾ കൺസ്ട്രക്ഷനെയർ എന്ന് പറഞ്ഞിട്ട് 4 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന് റെയിൽ കണക്ടിവിറ്റി, പിന്നൊന്ന് റോഡ് കണക്ടിവിറ്റി, പിന്നെ ഏത് പദ്ധതിയും അവിടെയുള്ള ആൾക്കാരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടും അവർക്ക് പ്രയോജനങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ടും ലോകക്കൗറം മാറുകയാണ്. ലോകത്ത് എവിടെയാണെങ്കിലും ഏത് രാജ്യത്തിലും അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 3 കാര്യങ്ങളെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. അതായത് നിയമപരമായി ചെയ്തേ പറ്റൂ. കാരണം എൻവയോൺമെന്റ് ക്ലിയറൻസിന്റെ കണ്ടീഷൻ ഒന്ന് 37 ലക്ഷം രൂപയുടെ ചില പ്രവർത്തനങ്ങളെ, സാനിറ്ററി, വാട്ടർ സപ്ലൈ തുടങ്ങിയ സ്കൂൾ ഹെൽത്ത് ഒക്കെ, അത് ഞങ്ങൾ എഴുതി വെച്ചു. സർക്കാരിന് പൈസ ഇല്ല, വരുന്ന കൺസ്ട്രക്ഷൻ ചെയ്യും. അത് അഡാനി ചെയ്തിട്ടുണ്ട് 37 കോടി. അതിനു മുമ്പ് തന്നെ നമ്മൾ വെള്ളം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ചെയ്യേണ്ട 4 കാര്യങ്ങളാണ്. ഒന്ന് റെയിൽ കണക്ടിവിറ്റി. ഇതുവരെ ആയിട്ടില്ല, 10 കൊല്ലമായി. കൺസ്ട്രക്ഷൻ എഴുതി വെച്ച് 6 കൊല്ലം. പ്ലാനിംഗ് ബോർഡുമായിട്ട് ഞങ്ങൾ വഴക്കുണ്ടാക്കിയ ഒരു അവസ്ഥ വരും. 2 കൊല്ലത്തിൽ ചെയ്തു. ഞങ്ങൾ കേരളമാണ്, ഞങ്ങളൊന്ന് ലാൻഡ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അവർ ഒരു വിധത്തിൽ 6 കൊല്ലം ആക്കി തരും. അത് കഴിഞ്ഞ് 2 കൊല്ലത്തിൽ കണക്ടിവിറ്റി, റോഡിന്റെ സ്ഥലം വന്നേ എഴുതിയിരുന്നു, റോഡ് ഡെവലപ്പ് ചെയ്തു. പക്ഷെ റോഡ് കണക്ട് ചെയ്യാൻ നിർത്തിയില്ല. റോഡ് കണക്ട് ചെയ്തിട്ടില്ല, റെയിൽ കണക്ട് ചെയ്തു. പിന്നൊന്ന് അവിടെ ഒരു സീ ഫുഡ് പാർക്ക്, അവിടെ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻവയോൺമെന്റ് ക്ലിയറൻസിന്റെ ഭാഗമായി 1-2 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന്, അവിടെ തദ്ദേശീയരായ ആൾക്കാർക്ക് വേണ്ടി ഒരു സീ ഫുഡ് പാർക്ക്, അതായത് പ്രത്യേകിച്ച് നമ്മൾ അവിടുത്തെ വരുന്ന മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് വരുന്ന വാല്യുവേഷനാണ്, മൂല്യവർദ്ധന ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ്. കുറേയധികം സ്ത്രീകൾക്ക് ജോലി കിട്ടുന്ന ഇതാണ് സീ ഫുഡ് പാർക്ക്. അത് 5 ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട്, അത് തൊട്ടിട്ടില്ല. അതുപോലെ തന്നെ ഫിഷിംഗ് ഹാർബർ. ഞാൻ കൃത്യമായിട്ട് പറയില്ല, പലപ്പോഴും നമ്മൾ പൊതു സ്വകാര്യ സംരംഭം വരുമ്പോഴും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ സമയബന്ധമായി ചെയ്യണം. അപ്പൊ ഇത് കണക്റ്റിവിറ്റിയിലൊന്നും ആലോചിച്ച് നോക്കൂ. ഒരു പോർട്ടായി ശ്രീമാൻ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നുണ്ട് 100 കഴിഞ്ഞു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അത് കൊണ്ടുപോകാനായിട്ട് റെയിലും ഇല്ല, റോഡും ഇല്ല. കറക്റ്റായി ഇപ്പോൾ ടെമ്പററി റോഡ് ഉണ്ടാക്കി, അത് ശാസ്ത്ര പരിഹാരമൊന്നുമല്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു വലിയ ഷിപ്പ് വരുന്നു, അതിലുള്ള സാധനം വേറെ ഷിപ്പിൽ കയറ്റി പോകുന്നു, വീണ്ടും ചെറിയ ഷിപ്പ് വരുന്നു, അത് വലിയ ഷിപ്പിൽ കയറ്റി പോകുന്നു. നമ്മൾ നാട്ടുകാർ അറിയുന്നില്ല, നമ്മൾ ആരും ഇത് അറിയുന്നില്ല. അവിടെ നടന്നു കേരള ഗവൺമെന്റ് വരുമാനം വരുന്നു, കുറേ രീതിയിൽ GST വരുന്നുണ്ട്, അതൊരു ക്രൈം വരുമ്പോഴും കിട്ടും.